കിച്ചുവിന് സൈക്കിൾ ഒരെണ്ണം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ മലപ്പുറത്ത് ആലത്തിയൂർ 123 എന്ന് പറയുന്ന ഷോപ്പിൽ കയറിയതാട്ടോ. ആലത്തിയൂർ പോകുന്ന വഴിയുള്ള ഷോപ്പാണ്. ഇഷ്ടം പോലെ സൈക്കിൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളൊന്ന് കയറി നോക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ നമുക്ക് വേണ്ട ഡിസ്ക് ബ്രേക്കിൻ്റെ ഉണ്ട്, ഗിയർ ഉള്ളത് ഇഷ്ടം പോലെ മോഡലുണ്ട്. അപ്പോൾ കിച്ചുവിന് പറ്റുന്ന സൈസ് ഏതാണെന്ന് അവനെയും കൊണ്ട് വന്ന് നോക്കി വെച്ച് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു പോവുക. കാരണം നമ്മുടെ കുഞ്ഞിക്കുട്ടന് ഇത് ഉറക്കം വന്ന് കണ്ണൊക്കെ തിരുമുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ഒന്ന് തിരൂരും കൂടി പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരൂർ ഡീലക്സ് സൈക്കിൾ എന്ന് പറഞ്ഞ ഈ കടയിൽ വന്ന് നോക്കുമ്പോൾ നമ്മൾ അവിടെ കണ്ട അതേ മോഡൽ തന്നെ 1000 ചില്ലാനും രൂപ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സൈക്കിൾ വാങ്ങിന് കിച്ചുവിന് അത് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കിച്ചു സ്കൂളിൽ പോയേക്കുന്നത്. അപ്പോൾ സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോൾ കിച്ചുവിന് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ. അവർ കാര്യം ചെയ്യട്ടെ, നീയാണോ കാണിച്ചു വെച്ചേക്കുന്നത്? നീയാണല്ലേ, നിന്ന് എന്തായാലും അറിയണം. ബാ ചെറുപ്പം അടുത്ത സമ്മാനം ഇത് വേറെ ഉണ്ട്. കിച്ചുവിന് അടുത്ത സമ്മാനം വരുന്നുണ്ട്. വികൃതിന്ന് വെച്ചാൽ ഇങ്ങനുണ്ടോ? നീ അല്ല വരച്ചത് അല്ലേ? നോക്കട്ടെ. ഓക്കെ കാണിച്ചു നോക്ക്. ഓക്കെ കാണിച്ചു ഉള്ളിലേക്ക് നോക്ക്. ആരാ കാണിച്ചു വെച്ചിരിക്കുന്നത്? നീ ആണോ ഈ സൈക്കിൾ നശിച്ചതിൻ്റെ ഉള്ളില്? ആണോ? ഇങ്ങോട്ട് പോയി വെയിറ്റ് എന്താ ഓഹോ എവിടെ ഓക്കെ. സൈക്കിൾ കണ്ട് നല്ല സന്തോഷമായെങ്കിലും പിന്നെ കിച്ചു നോക്കുമ്പോൾ ഗിയറിൻ്റെ സൈക്കിളല്ല, നമ്മൾ ഡിസ്ക് ബ്രേക്കിൻ്റെ സൈക്കിളായിരുന്നു വാങ്ങിയത്. അതേ ഇപ്പോൾ കിച്ചുവിന് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിയതാണ്. അപ്പോൾ കിച്ചൊന്നും ആകെ മൊത്തത്തിലൊന്നും നോക്കി നിൽക്കുകയാണ്. പിന്നെ ഇത് ഇത്തിരി ഒരു ഹൈറ്റും ഉള്ളതാണ് വാങ്ങിയിരിക്കുന്നത്. കാരണം കിച്ചുവിന് പെട്ടെന്ന് തന്നെ ചെറുതായി പോകും. അതുകൊണ്ട് എന്തായാലും ഓടിക്കാൻ അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇച്ചിരി ഹൈറ്റ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് ഓടിച്ച് റെഡി ആയിക്കോളും. അപ്പോൾ കിച്ചുവിന് ഇപ്പം തന്നെ സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ സ്കൂൾ യൂണിഫോമിലല്ലേ ആ നിക്കറിട്ടിട്ട് അങ്ങ് കാല് പൊക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇച്ചാൻ പോയിട്ട് യൂണിഫോം മാറിയിട്ട് വരാൻ പറഞ്ഞേ. അടുത്തുള്ള പിള്ളേരെല്ലാം വന്ന് നിൽക്കുന്നുണ്ട് കിച്ചുവിൻ്റെ പുതിയ സൈക്കിൾ കണ്ടിട്ട്. പിന്നെ കിച്ചു കുഞ്ഞിക്കുട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്, അനിയൻ്റെ പിള്ളേരും. അപ്പോൾ കിച്ചു എന്ത് ചെയ്തു, ഓടിപ്പോവാണ് യൂണിഫോം മാറിയിട്ട് വരാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കുഞ്ഞിക്കുട്ടൻ്റെ സൈക്കിൾ കണ്ടപ്പോൾ അതേ കയറിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ആശാൻ എന്നൊരു റൗണ്ട് അടിച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനെ അങ്ങ് കയറ്റിയിരുത്തി. അങ്ങനെ സൈക്കിളിൻ്റെ ഉദ്ഘാടനം ഇവിടെ കഴിക്കാൻ പോവുകയാണ്. കിച്ചു വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞിക്കുട്ടനായതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാണ്ട് വേറെ ആരെങ്കിലും സൈക്കിളിൻ്റെ ഉദ്ഘാടനം നടത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചു ഇവിടെ പടക്കം പൊട്ടിക്കും. കുഞ്ഞിക്കുട്ടന് നല്ല ഇഷ്ടപ്പെട്ടു. കിടന്നൊക്കെയാണ് ഓടിക്കുന്നത്. ആശാൻ ഇരുന്ന് ഓടിക്കാനുള്ള പാകമില്ലാത്തതുകൊണ്ട് വണ്ടിയെ കിടന്നാണ് ഓടിക്കുന്നത്. അവൻ്റെ സൈക്കിൾ ഓടിയത് കണ്ടില്ലേ, എവിടെക്കോ ചവിട്ടുന്നുണ്ട്, കാലൊന്നും എവിടെയും തട്ടുന്നൊന്നുമില്ല. കിച്ചൺ കുറേ സമയം എടുക്കുന്നുണ്ട്. എന്ത് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണോ വരാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. കുഞ്ഞിക്കുട്ടൻ ഏതായാലും ആ സമയം കൊണ്ട് മാക്സിമം സൈക്കിൾ അങ്ങ് മുതലാക്കാൻ തന്നെ തീരുമാനിച്ചു. അവരിങ്ങനെ തള്ളിക്കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അവൻ കിടന്ന് ഒച്ചയിടുകയാണ്. അതാ കിച്ചു വരാനായിട്ടുണ്ടെന്ന്, അതുകൊണ്ട് റിവേഴ്സ് അടിച്ച് ബാക്കോട്ട് പോവുകയാണ്. കിച്ചു വരുമ്പോഴത്തേക്ക് സൈക്കിൾ അവിടെ എത്തിച്ചു കൊടുക്കണമല്ലോ. അവനത് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടിലായിട്ടായാലും ബാക്കിലേക്കായാലും ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സൈക്കിള്. വാട്ടർ ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സൈക്കിളാണ്, ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ? ഞങ്ങളിവിടെ കിച്ചു വന്നത് ഓടിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. കിച്ചു ഹെൽമെറ്റും എല്ലാം വെച്ച് റെഡിയായി നിൽക്കുന്നത്. കുഞ്ഞിക്കുട്ടൻ അതിൻ്റെ മുമ്പിലേക്ക് ഓടിച്ചെല്ലാണ് കേട്ടോ. കുഞ്ഞിക്കുട്ടൻ അതേ കയറാൻ വേണ്ടിയിട്ട്. കിച്ചുവിന് ശരിക്കും അങ്ങ് കാലെത്തുന്നില്ല, ഇച്ചിരി ഒരു ഹൈറ്റ് കൂടുതലാട്ടോ, കണ്ടില്ലേ? അതുകൊണ്ട് ആദ്യമൊന്നും ഓടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് ഇച്ചിരി അങ്ങ് ഓടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിന്നങ്ങ് ഓടിച്ച് റെഡി ആയിക്കോളും. കിച്ചു അതുകൊണ്ട് കുറച്ചങ്ങ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ സൈക്കിൾ ആയതുകൊണ്ട് മാത്രം ക്ഷമിച്ച് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പൈരട്ട് 2 ചവിട്ടും കുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഈ മറിഞ്ഞു വീഴാൻ പോകുന്നതിന്. ഏതായാലും സൈക്കിളിൻ്റെ പുറകെ നടക്കാൻ ഒരു കുഞ്ഞുമണിയുണ്ട് അവിടെ. ഇതാ ഓടി ഓടി വരുന്നു നമ്മുടെ കുഞ്ഞിക്കുട്ടർ. സൈക്കിളിനേക്കാളും സ്പീഡ് അവൻ്റെ ഓട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടൻ അവിടെ സൈക്കിളുമായിട്ട് ഗുസ്തി പിടിച്ചുകൊണ്ട് നടക്കുക. എന്തോ പറയാൻ വേണ്ടി ഓടി വരുവാണേ.
അമ്മയെന്ന് വിളിക്കുന്നുണ്ട്, കാണിച്ചു തരാണ്. കിച്ചു സൈക്കിളെ കയറ്റാഞ്ഞിട്ട്, അവനെ സൈക്കിളിൽ നിന്ന് ഇറക്കിയത് പിടിക്കാഞ്ഞിട്ട്. എന്തായാലും നമ്മുടെ സൈക്കിളിൻ്റെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ സൈക്കിള്? അപ്പം നമ്മുടെ കുഞ്ഞിക്കുട്ടനും ഇഷ്ടപ്പെട്ടു, കിച്ചുവിനും ഇഷ്ടപ്പെട്ടു. കിച്ചുതാ ഹെൽമെറ്റൊക്കെ ഊരി കൈ പിടിച്ചിട്ട് വരുന്നുണ്ട്, ആകെ കലിപ്പിലാണ് കാലത്താഞ്ഞിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ പോയി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.